കുഞ്ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ പാക് അധീന കശ്മീർ, നമ്മൾ ഒരുപാട് നാളായിട്ട് പാക് അധീന കശ്മീരിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. POK ഇത് എന്ന് പിടിക്കും എന്ന് പിടിക്കും എന്ന് പിടിക്കും എന്ന് ഒരുപാട് മാധ്യമങ്ങൾ വാർത്ത എടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങൾക്ക് മനസ്സിലായി ഇവന്മാർക്ക് കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിൽ ഉടനെ ഇവന്മാർ ഒരു POK പൊക്കി പിടിച്ചോണ്ട് വരും എന്ന് ജനങ്ങൾക്ക് കുറെ നാളായിട്ട് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നമ്മളെ വീഡിയോയ്ക്ക് താഴെ തന്നെ കമന്റ് വരാറുണ്ട്, പാക് അധീന കശ്മീർ എന്ന് പിടിക്കും എന്ന് നിങ്ങൾ അന്ന് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പാക് അധീന കശ്മീർ പിടിക്കുമെന്നും പറഞ്ഞിട്ടില്ല. പാക് അധീന കശ്മീർ പിടിച്ചേക്കാം, അത് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പിടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിടിച്ചേക്കാം. പിന്നീട് നമ്മുടെ രാജ്യം കൃത്യമായിട്ട് നമ്മുടെ ജനങ്ങൾക്ക് ഒരു സൂചന നൽകി, പാക് അധീന കശ്മീർ പിടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളത്. അത് നമ്മൾ ചർച്ച ചെയ്തു. പാക് അധീന കശ്മീർ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന 55 ലക്ഷം ജനങ്ങളെ, ഈ ജനങ്ങൾ എന്ന് പറയുന്നത് ഭൂരിഭാഗവും എക്സ്ട്രീമിസ്റ്റുകളാണ്. നമ്മൾ ശ്രീനഗറിൽ കണ്ടതാണ്. ഹസ്രത് ബത്ത് പള്ളിയില്, അവിടെ പള്ളിയല്ല ദർഗയില്, അവിടെ നമ്മുടെ അശോക സ്തംഭം തകർക്കുന്നത്. അപ്പൊ ഇത്രയും ആൾക്കാരെ എടുത്ത് നമ്മൾ പാക് അധീന കശ്മീരും പിടിച്ച് നമ്മുടെ കൂട്ടത്തിലേക്ക് വെച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് എന്ന് ബീച്ചേട്ടൻ പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ മൂട്ടിൽ കൊണ്ടാണ് ബോംബിടുന്നത് പോലെ ആയിപ്പോവും. അപ്പോൾ ഈ ജനങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്നും പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്യും എന്ന് വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാക് അധീന കശ്മീരിൽ ആ സമയത്ത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാക് അധീന കശ്മീർ പിടിക്കുമ്പോൾ അത് എങ്ങനെ പിടിക്കും എന്നുള്ള ചോദ്യത്തിന് ഒറ്റ സ്റ്റെപ്പിൽ മുഴുവനായിട്ട് പിടിക്കാൻ സാധിക്കില്ല, മറിച്ച് അത് ഭാഗമായിട്ട് നമ്മുടെ കൂട്ടത്തിലേക്ക് ചേർക്കാനേ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെയാണ് സ്റ്റോറി നിൽക്കുന്നത്. ഇന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പാക് അധീന കശ്മീരിൽ നിന്നും ഭീകരവാദികൾ പലായനം ചെയ്ത് പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഭീകരവാദികൾ അവിടെ നിന്നും പലായനം ചെയ്തു പോകുന്നു. കാരണം ഇന്ത്യ പാക് അധീന കശ്മീരിൽ ശക്തമായിട്ടുള്ള പിടിമുറുക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് സത്യമാണോ? ഭീകരവാദികൾ അവിടെ നിന്ന് പലായനം ചെയ്യുകയാണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് അവരതിന് പലായനം ചെയ്യാനുള്ള കാരണം? നമ്മുടെ കേന്ദ്ര രഹസ്യാന്വേഷണ ഇന്റലിജൻസ് വിഭാഗം പുറത്തുവിട്ട സമഗ്രമായ റിപ്പോർട്ടിലാണ് ഇതുള്ളത്. അവരതിന്റെ വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ട്, ഉപഗ്രഹ ചിത്രങ്ങളടക്കം ചിത്രങ്ങൾ സഹിതമാണ് ആ റിപ്പോർട്ട് വിട്ടിരിക്കുന്നത്. ടൈംസ് നൗവും റിപ്പബ്ലിക്കും അടക്കം ഉള്ള ദേശീയ മാധ്യമങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടു കൂടി ആ റിപ്പോർട്ട് നൽകി. ന്യൂസ് ഇന്ത്യ മലയാളം, നമ്മുടെ മറ്റേ ചാനൽ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഈ വാർത്ത സമഗ്രമായി തന്നെ അതിന്റെ ചിത്രങ്ങൾ സഹിതം നമ്മളത് കൊടുത്തിട്ടുമുണ്ട്. അതിൽ അവർ പറയുന്നൊരു കാര്യം, പാക് ഭരണകൂടം തന്നെയാണ് ഈ ജെയ്ഷെ മുഹമ്മദിനോടും ലഷ്കർ തോയ്ബയോടും പറഞ്ഞത്, നിങ്ങൾ പാക് അധിനിവേശ കാശ്മീരിലെ നിങ്ങളുടെ എല്ലാ സെന്ററുകളും പൂട്ടിയതിനു ശേഷം നിങ്ങൾ അവിടെ നിന്ന് മാറണം. കാരണം അത് സർക്കാർ ഇതിനകത്തുള്ള ഈ ഭീകരവാദികൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ തോക്കുകൊണ്ട് ഓരോരുത്തരും ഓരോ വീട്ടിൽ താമസിക്കുന്ന ഭീകരന്മാരാണിത്. അപ്പൊ അവരുടെയൊക്കെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്, പാക് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇൻഫർമേഷൻ നൽകുകയായിരുന്നു. അതിനുശേഷം ഇവരെല്ലാം കൂടും കൊടുക്കുകയും എടുത്തുകൊണ്ട് ഖൈബർ പക്തൂൺ മേഖലയിലേക്ക്, അതായത് അഫ്ഗാനിസ്ഥാന്റെ ബോർഡറാണ് ഖൈബർ പക്തൂൺ മേഖല, ഇങ്ങോട്ടേക്ക് പലായനം ചെയ്യുന്നു. അവിടെയൊക്കെ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത. അത് പോകുന്നതിന് മുമ്പ് തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ തലവന്മാർ പറഞ്ഞു, സിന്ദൂറിന് ഞങ്ങൾ പകരം ചോദിക്കുക തന്നെ ചെയ്യും എന്ന് കഴിഞ്ഞ ദിവസം വലിയ ഭീഷണിയും അവർ മുഴക്കിയിട്ടാണ് അവർ പോയത്. അപ്പോൾ എന്താ അതിന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കില്ല എന്ന് തന്നെ, അതായത് ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കില്ല എന്ന് തന്നെയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗും ഒക്കെ അടിക്കടി പറയുന്നത്. അദ്ദേഹം പറയുന്ന വാക്കുകൾ, ഒരു തുള്ളി രക്തം ചീന്താതെ പാക് അധിനിവേശ കാശ്മീർ നമ്മളിലേക്ക് എത്തിച്ചേരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെ സാധ്യമാകും? ധനുഷ് പറഞ്ഞതുപോലെ 50-55 ലക്ഷം ആൾക്കാരുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷം പേരും പാകിസ്ഥാൻ അനുകൂലികളും തീവ്രവാദ ചിന്താഗതിയുള്ളവരുമാണ്. ഇവരെ എങ്ങനെ ഫിൽട്ടർ ചെയ്യും? അതൊരു വലിയ ചോദ്യമാണ്. അതിന് സിമ്പിളായിട്ടൊരു മാർഗമുണ്ട്. അന്ന് ഞാനത് പറഞ്ഞിരുന്നു. കനത്ത ആക്രമണം പാക് അധിനിവേശ കാശ്മീരിലേക്ക്, ഇവരുടെ ഒരു മേഖലയിലേക്ക് നടക്കാം. കാരണം നമുക്കറിയാമല്ലോ ഇവന്മാർ എവിടെയൊക്കെയാണ് കൂടുതലുള്ളത് എന്നുള്ളത്, ഇവന്മാരുടെ അനുഭവം ഉള്ളവർ എവിടെയുള്ളതെന്ന്. ആ മേഖലയിലേക്ക് കനത്ത ആക്രമണം നടക്കാമെങ്കിൽ ജീവനും കൊണ്ട് ഇവന്മാർ പാകിസ്ഥാനിലേക്ക് പോകും, ഇല്ലെങ്കിൽ ഖൈബർ പക്തൂൺ മേഖലയിലേക്ക് പോകും, ഇല്ല ബലൂച്ച് മേഖലയിലേക്ക് പോകും, എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടും. ബാക്കി അവശേഷിക്കുന്ന ഒരു ജനം ഉണ്ടാകും. അവര് വലിയ കുഴപ്പക്കാരായിരിക്കില്ല. കാരണം മറ്റവന്മാരെ തെരഞ്ഞുപിടിച്ച് പണി കൊടുക്കും എന്നറിയാവുന്നതുകൊണ്ടും അവർ കുഴപ്പക്കാർ ആയിരിക്കില്ല. ആ ഒരു വിഭാഗം പിന്നീട് ഇന്ത്യയിലേക്ക് ചേരാൻ വേണ്ടിയിട്ടായിരിക്കും അവരുടെ ഒരു നീക്കം. ഇപ്പോൾ തന്നെ അവിടെ നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളായാലും അതിനകത്തൊക്കെ ഇന്ത്യ അനുകൂല മുദ്രാവാക്യങ്ങളും നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ പോലും ആ പ്രക്ഷോഭത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു കടന്നുകയറ്റം ഇന്ത്യൻ സേന നടത്തുകയാണെങ്കിൽ അത് ശാരദാപീഠം വരെയുള്ള ഒരു കടന്നുകയറ്റമാകാനാണ് സാധ്യത കൂടുതൽ. കാരണം 2 വർഷം മുമ്പ് ശ്രീ അമിത്ഷാ കാശ്മീരിന്റെ ബോർഡറിൽ, അതായത് പാക് ബോർഡറിൽ
നമ്മുടെ ഒരു ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തിട്ട് അതിന്റെ ഒരു നാടിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞത്, മുമ്പ് ആ ക്ഷേത്രത്തിൽ വന്നിട്ടാണ് ഭക്തർ, അതായത് ഹൈന്ദവ വിശ്വാസികളും സിഖുകാരും, കാരണം ഈ ശാരദാ പീഠത്തിന് സമീപം ഒരു സിഖ് ഗുരുദ്വാരയുണ്ട്. അവിടെ പഞ്ചാബികൾക്ക് വലിയ പ്രധാനപ്പെട്ടതാണ്. മറ്റേ കർത്താർപൂർ ഇടനാഴി പോലത്തെ ഒരു ഇടനാഴിയായിരുന്നു ഇത്. അവരെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് നമ്മൾ തീർത്ഥയാത്ര നടത്തുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് വന്ന് കാൽനടയായിട്ട് 20 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചുകൊണ്ട് ഈ ശാരദാ പീഠത്തിലെത്തുക, തൊഴുതു മടങ്ങുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആ രീതി. അതുകൊണ്ട് 64 വരെ, 1964 വരെ ഈ ഒരു പ്രക്രിയ നടന്നിരുന്നു. അതിനുശേഷം ഈ ഭീകരന്മാരുടെ ആക്രമണം വലിയ രീതിയിൽ ശക്തമാവുകയും പിന്നീട് ഈ ക്ഷേത്രം, ഈ അതിർത്തിയിലുള്ള ക്ഷേത്രം ഉൾപ്പെടെ തകർക്കുകയും ചെയ്തു. ആ ക്ഷേത്രമാണ് പുനർനിർമ്മിച്ചത്. ആ ക്ഷേത്രത്തോടൊപ്പം, ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതല്ല വാർത്ത, ആ ക്ഷേത്രത്തോടൊപ്പം ഒരു പടുകൂറ്റൻ ഇടത്താവളം കൂടി, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ ഇടത്താവളം, ഈ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ ഇടത്താവളങ്ങളുണ്ട്. അതായത് അയ്യപ്പന്മാർക്ക് റെസ്റ്റ് ചെയ്യാനും മറ്റുമുള്ള ഇടത്താവളങ്ങൾ. അവിടെ ഈ ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാകും, കിടക്കാൻ വിരിവെക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാകും. അതുപോലെ ആ ക്ഷേത്രത്തോടനുബന്ധിച്ചൊരു വലിയ ഇടത്താവളം കൂടി പണി കഴിപ്പിച്ചിരുന്നു. അതിന്റെ ഉദ്ഘാടനം നടത്തി. അത് നടത്തിയിട്ടാണ് പറഞ്ഞത് പഴയതുപോലെ തീർത്ഥാടനം അധികം വൈകാതെ പുനരാരംഭിക്കും. അപ്പോൾ ഭക്തർക്ക് വന്നാൽ തങ്ങിയിട്ട് ഇവർ റെസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പൊ പഞ്ചാബിൽ നിന്ന് വരുന്നോ യു പിയിൽ നിന്ന് വരുന്ന ഒരു ഭക്തർക്ക് ഒറ്റയടിക്ക് പോകാൻ കഴിയില്ല. അപ്പൊ അവിടെ വന്ന് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യണമല്ലോ, ഇവർക്ക് ഒരു ഇടത്താവളം ആവശ്യം. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ പണിയും നമ്മൾ പൂർത്തീകരിച്ച് അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാ വർഷവും അവിടെ ദീപാവലി ആഘോഷം ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. മുമ്പ് മുടങ്ങിക്കിടന്നതാണ്. ആ മുടങ്ങിക്കിടന്ന ദീപാവലി ആഘോഷമൊക്കെ ഇപ്പൊ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ ദീപാവലി വരുന്നുണ്ട്, വീണ്ടും അത് വാർത്തകളിൽ നിറയും. അപ്പം അങ്ങോട്ടേക്ക് അപ്പൊ ഒരുപക്ഷെ അത് പിടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ സേന പിടിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം. കാരണം അതാവുമ്പോഴത്തേക്കും വലിയ റിസ്ക് ഇല്ലാതെ തന്നെ അത്രയും ഒരു ഏരിയ കവർ ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. അത് പിടിച്ചെടുക്കുകയാണെങ്കിൽ. ഇല്ല എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു മെത്തേഡിലേക്കായിരിക്കും ഇത് പോകുന്നത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം പാക് ഭരണകൂടം ഈ ഭീകരന്മാർക്ക് മുന്നറിയിപ്പ് കൊടുത്തത്. അവര് അടിച്ചു കഴിഞ്ഞാൽ ശക്തമായ ഒരു അടിയായിരിക്കും അടിക്കുന്നത്. ആ സമയത്ത് നമ്മളെ പൊടി പോലുള്ള, കാരണം പാക് അധിനിവേശ കാശ്മീർ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യം വെച്ചെങ്കിലും പാകിസ്ഥാന്റെ അകത്ത് പോലും കയറി നമ്മൾ അടിച്ച സ്ഥിതിക്ക് പാക് അധിനിവേശ കാശ്മീരിൽ അവർ വാരി വിതറും ബോംബ് എന്ന് പറഞ്ഞിട്ടുണ്ടാകണം. ഇല്ലെങ്കിൽ ഈ ഭീകരന്മാർ കൂടും കിടക്കാൻ വിട്ട് പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് പലായനം തുടങ്ങത്തില്ലല്ലോ. അതാണ് അതിന്റെ ഒരു റിയാലിറ്റി. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് നമ്മുടെ CDS സംയുക്ത സൈനിക മേധാവി ശ്രീ അനിൽ ചൗഹാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഇനി ഒരു യുദ്ധം നാം കരുതിയിരിക്കണം, കുറഞ്ഞത് ഒരു 5 വർഷത്തേക്കെങ്കിലും ഉണ്ടാകും, വലിയൊരു ആക്രമണമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം രാജസ്ഥാനിലെ ഒരു റാലിയിൽ അദ്ദേഹം പറഞ്ഞത്, ഈ ആണവ ഭീഷണി ഇനി വിലപ്പോകില്ല, അതിനുള്ള പണി നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇനി എന്തെങ്കിലും വന്നാൽ ശക്തമായി തന്നെ പ്രതികരിക്കുക തന്നെ ചെയ്യും. അതായത് വീട്ടിൽ കയറി അടിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ഗുജറാത്തിൽ ഒരു വലിയ പ്രൊജക്ടിന്റെ ഉദ്ഘാടനത്തിനായി അവിടെ എത്തി. ഒരു ഷിപ്പിംഗ് നിർമ്മാണ തുറമുഖത്തിന്റെയാണ്, കപ്പൽ നിർമ്മാണം. അപ്പൊ അവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളിനി ഒരു രാജ്യത്തിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കരുത്, കൈനീട്ടി നിൽക്കരുത്, അത് ചിപ്പായാലും കപ്പലായാലും. സ്വാശ്രയത്വം എന്നുള്ളത് നാം വളർത്തിയെടുക്കണം. കാരണം നമ്മൾ മറ്റുള്ള രാജ്യത്തിന്റെ മുമ്പിൽ നമ്മുടെ സാധനങ്ങൾ വിൽക്കാനും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തിന് മുമ്പിൽ ഇങ്ങനെ സാധനങ്ങൾക്ക് വേണ്ടി കൈനീട്ടി നിൽക്കുകയും ചെയ്താൽ നമ്മളെന്നും ആശ്രിതത്തിലുള്ള രാജ്യമാകും. ഇത് രണ്ടിലും പോകുന്ന കാര്യം, രണ്ടും യുദ്ധസമാനമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് സ്വദേശി ഉൽപ്പന്നങ്ങളും സ്വാശ്രയത്വവുമായി മുൻപോട്ട് പോകുന്നു, മറുഭാഗത്ത് അതിശക്തമായിട്ടുള്ള യുദ്ധനീക്കങ്ങൾ നടത്തുന്നു. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് പാക് അധിനിവേശ കാശ്മീരിൽ ഭീകരർ മാറുന്നു. ഇതിനൊരു മറ്റു വശം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പാക് ഭീകരർ ഒരു മുന്നറിയിപ്പ് നൽകിയെന്നുള്ളൂ, ഒരു ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു, ഇന്ത്യയെ ഓപ്പറേഷൻ സിന്ദൂറിന് പ്രതികാരം ചെയ്യുമെന്ന്. പക്ഷെ അതും കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരെന്തെങ്കിലും തരത്തിലൊരു പ്ലാനിങ് നടത്തുന്നുണ്ടോ എന്നറിയില്ല. കാരണം ഇപ്പോൾ പാകിസ്ഥാൻ ഒരു വർദ്ധിത വീര്യമാണ്. ഓൾറെഡി അമേരിക്ക അവരുടെ കക്ഷിയിൽ ഉള്ള സഖ്യത്തിലുള്ള ആളാണ് തന്നെയാണ്. മറുഭാഗത്ത് സൗദി അറേബ്യ പോലെ ഒരു രാജ്യം കൂടി അവർക്ക് ഇപ്പോൾ പാക് നാറ്റോ കിട്ടിയിട്ടുണ്ട്. ഈ പാക് നാറ്റോ എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും അങ്ങനെ പറയരുത്, നാറ്റോ അല്ല ഇതെന്ന്. അതല്ല, നമ്മൾ കളിയാക്കി പറയുന്നതാണ് കേട്ടോ. അതിന് പാക് നാറ്റോ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു വർദ്ധിത വീര്യത്തിൽ ചിലപ്പോൾ ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ ഇപ്പോൾ ഇന്ത്യ ആക്രമിച്ചാൽ സൗദി വരുമോ എന്നറിയാനായിട്ട് ചിലപ്പോൾ പാകിസ്ഥാൻ ഒരു ചൊറിയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം സൗദി വരുമോ ഇല്ലെന്ന് അറിയണ്ടേ, ഒരു ഉറപ്പ് വേണ്ടേ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ഏതായാലും ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. പാക് അധിനിവേശ കാശ്മീരിൽ മുമ്പ് നമ്മൾ ഭീകരന്മാരെയൊക്കെ തുരത്താൻ വേണ്ടി വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട്, ബാലക്കോട്ടിലും മറ്റുമൊക്കെ. ഇപ്പം നമുക്ക് തുരത്തേണ്ട ആവശ്യമില്ല. നമ്മൾ വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഭീകരന്മാർ പരക്കം പായുന്നു എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാനും കഴിയുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷെ അവർ പോകുന്നത് ഈ അഫ്ഗാനിസ്ഥാന്റെ ബോർഡറിലേക്കാണ്, ഖൈബർ പഖ്തൂൺ മേഖല. അതുകൊണ്ടായിരിക്കണം കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ത്യൻ പ്രതിനിധി നമ്മളത് ചർച്ച ചെയ്തു, ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ ഞാനത് പറയുകയും ചെയ്തു.
ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞു, അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ പാകിസ്ഥാൻ ഭീകരർ കേന്ദ്രങ്ങൾ തുറക്കുന്നു, അതില്ലാതെ ആക്കണം എന്ന് UN-ൽ ഇന്ത്യ പറയുകയുണ്ടായി. UN-ൽ അത് പറയാനുള്ളൊരു കാര്യമുണ്ട്. താലിബാൻ അവിടെ പ്രതിനിധികൾ ആരുമില്ല UN-ൽ 4 വർഷമായിട്ട്. പഴയ ഇവരുടെ അഫ്ഗാനിസ്ഥാന്റെ മന്ത്രി ആ ഒരു ഭരണകാലത്തുള്ള ഒരു നയതന്ത്ര പ്രതിനിധി പേരിന് മാത്രമേ വെച്ചിട്ടുള്ളൂ അഫ്ഗാന്റെ നോമിനി എന്നുള്ളത്. അപ്പൊ അഫ്ഗാന് വേണ്ടി വാദിച്ചതും ആകാം. പക്ഷെ താലിബാൻ ഇന്ത്യക്ക് ഒരു ഉറപ്പ് മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ മണ്ണ് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത്. കാരണം ഇന്ത്യയാണ് ഇപ്പോൾ അവിടുത്തെ ഗ്രാമങ്ങളിലെ ജലസേചനവും മറ്റ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ വർക്ക് ഏറ്റെടുത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് അവരത് അനുകൂലിക്കാനുള്ള സാധ്യതയില്ല. ഏതായാലും വലിയ വാർത്ത തന്നെയാണ് എന്നുള്ളതാണ് ഒരു വലിയ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചർച്ചയ്ക്ക് എടുക്കേണ്ടി വന്നതും. കാരണം വലിയ പ്രാധാന്യമാണ് അത്. മുമ്പ് നമ്മൾ ഓടിക്കാനായി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്ന പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് എപ്പോഴും ഭീകരശല്യം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്തു നിന്ന് ഭീകരർ അവിടുന്ന് മൂവ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. അത് എന്തിന് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് ഇന്ത്യയുടെ ആക്രമണം ഒരു വലിയ രീതിയിൽ വരും എന്ന് പാകിസ്ഥാൻ കരുതുന്നു. നമ്മൾ കരുതുന്നത് പാകിസ്ഥാൻ എന്തെങ്കിലും പണി ഒപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മളും കരുതുന്നു. ഏതായാലും ഒരു അടി ഉടനെ ഉണ്ടെന്ന് നമ്മുടെ കരസേനാ മേധാവി അടിക്കടി പറയുന്നുമുണ്ട്.